ഗോലി സോഡ പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ ഹിറ്റായിരുന്ന ഒരു ഡ്രിങ്ക് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അപ്രത്യക്ഷമായി, കാണാനേ ഇല്ലായിരുന്നു. എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം അവ വീണ്ടും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരികയാണ്. ആ തിരിച്ചുവരവ് ആളുകളെല്ലാം തന്നെ ആഘോഷമാക്കുകയുമാണ്. ഞാനിപ്പോൾ ഉള്ളത് ലുലു മാളിലെ എക്സിബിഷൻ ഗ്രൗണ്ടിൽ മലയാള മനോരമ ക്യുക്ക് കേരള നടത്തുന്ന മെഷീനറി എക്സ്പോയിലെ ഒരു സംരംഭത്തെക്കുറിച്ച് പറയാനാണ്. ഈ ഫ്രഷ്കോ എന്ന് പറയുന്ന ഈ ഗോലി സോഡ, അതിനെക്കുറിച്ച് അറിയാനും അതിന്റെ വിവരങ്ങൾ ആരായാനും വലിയ തിരക്കാണ് ഇവിടെ. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയപ്പോൾ ആ പഴയ രൂപത്തിന്, ആ കുപ്പിക്ക് പോലും വലിയ മാറ്റം ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത. അതായത് പഴയ ആ ചില്ലുകുപ്പിയിൽ തന്നെ അവതരിപ്പിച്ചിരിക്കുകയാണ് ഫ്രഷ്കോ ഗോലി സോഡ. ഒപ്പം തന്നെ ഇവർ പുതിയൊരു സംരംഭ സാധ്യത കൂടി തുറന്നെടുത്തുണ്ട്. ഏതായാലും ഇതിന്റെ MD കൂടിയായിട്ടുള്ള നിസാം നമുക്കൊപ്പം ചേരുകയാണ്. നിസാം, എന്താണ് ഇവിടെ വലിയ തിരക്കാണല്ലോ, എന്താണ്? ഇത് ഗോലി സോഡയാണ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 12,90,000 രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ ഒരു ദിവസം 60 ട്രേ സെയിൽ ചെയ്യുമ്പോൾ 100% പിന്നെ ഒരു മാസം 3 ലക്ഷം രൂപ സമ്പാദിക്കാൻ പറ്റും. അങ്ങനെ പുതിയൊരു സംരംഭ സാധ്യത കൂടി നിങ്ങൾ പറയണല്ലേ? തീർച്ചയായും. കാരണം ഇതൊരു പുതിയൊരു ബിസിനസ് അല്ല. ഓൾറെഡി നമ്മുടെ ഗ്രാൻഡ് ഫാദർ ഇത് ചെയ്തുകൊണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളിത് കാസർഗോഡാണ് ആദ്യം ലോഞ്ച് ചെയ്തത്. പിന്നീട് ഞാനും ഇതെന്റെ പാർട്ട്ണറാണ് ഷബീർ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി സ്റ്റാർട്ട് ചെയ്തതാണ്. അതിനുശേഷം ഞങ്ങൾ ബാക്കിയുള്ള ഇന്ത്യയുടെ 21 സ്റ്റേറ്റ് കവർ ചെയ്ത്, നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ ഉൾപ്പെടെ. അതിനുശേഷമാണ് കേരളത്തിലെ ബാക്കി ഏരിയകൾ കവർ ചെയ്യുന്നത്. പൊതുവെ അറിയാം, മലയാളികളാവുമ്പോൾ നമ്മൾ ഡയറക്റ്റ് കാസർഗോഡിന് ശേഷം ബാക്കിയുള്ള ജില്ലകളിൽ തുടങ്ങിയാൽ ഇത് കാസർഗോഡ് മാത്രമല്ലേ ഉള്ളൂ, ഇത് നടക്കും, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ക്ലിയർ ആവാൻ വേണ്ടി ഞങ്ങൾ എല്ലാ സ്റ്റേറ്റും കവർ ചെയ്ത ശേഷമാണ് വീണ്ടും കേരളത്തിലേക്ക് ഇത് വരുന്നത്. പുതിയൊരു സംരംഭ സാധ്യത കൂടി പരിചയപ്പെടുന്നു. പ്രത്യേകിച്ച് 12,90,000 രൂപയ്ക്ക് ഒരു ഫാക്ടറി തുടങ്ങാമെന്നുള്ളതാണ് ഇവർ പറയുന്നത്. വലിയ റിസ്ക് ഒന്നുമില്ല. ഈ ഒരു നിങ്ങൾ കാണാം, ഇവിടെ ഈ 2 ദിവസമായിട്ട് 10,000 പേരാണ് ഈ സാധനം ഇവിടെ ടേസ്റ്റ് ചെയ്തത്. ഞങ്ങൾ ലൈവാണ് കൊടുക്കുന്നത്. വരുന്നവർക്ക് ഇവിടെ വരാം, ഈ മെഷീന് കാണാം, ഇതുണ്ടാക്കുന്ന രീതി കാണാം, ടേസ്റ്റ് ചെയ്യാം, എന്നിട്ട് മാത്രം എടുത്താൽ മതി. അതാണ് ഞങ്ങൾ തരുന്ന ഒരു ഗ്യാരണ്ടി. കൂടാതെ GCCയിലേക്കും അതുപോലെ ഇന്ത്യക്ക് പുറത്ത് ഇപ്പോ ഇത് കാണുന്ന ഒരുപാട് മലയാളികൾ ഇന്ത്യക്ക് പുറത്ത് എന്ത് ചെയ്യാം, പുതിയൊരു സംരംഭം എന്ത് തുടങ്ങാമെന്ന് ചിന്തിക്കുന്നവർക്ക് ഞാൻ തീർച്ചയായും ഉറപ്പു തരുന്ന ഒരു കാര്യമാണ്, 100% ഇത് എവിടെയും ലോകത്തെവിടെയും. ഒരു സംശയം, ഈ ഫാക്ടറി തുടങ്ങുന്നതിന് അതിന്റേതായിട്ടുള്ള നൂലാമാലകളൊക്കെ വരില്ല, അതിന്റെ പ്രശ്നങ്ങളൊക്കെ വരും, ഒരു ചെറിയ സംവിധാനം മതിയോ? ഇല്ല, കാരണം ഞങ്ങളിത് ഇപ്പൊ ചെയ്യുന്നത് ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത് ഓൾറെഡി ചെയ്യുന്നുണ്ട്. കൂടാണ്ട് ഗൾഫ് ഫുഡ് എക്സിബിഷനിൽ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്തും പിന്നെ ഞങ്ങളുടെ ഈ പ്രൊഡക്റ്റിന്റെ ഓരോ കാര്യങ്ങളും ഇതിന്റെ ഇൻഗ്രീഡിയന്റ് ഒക്കെ ഇൻസ്പെക്ഷൻ ചെയ്തൊക്കെ അപ്രൂവ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇത് ലോഞ്ച് ചെയ്യാൻ സാധിച്ചത്. കേരളത്തിൽ എവിടെയും തുടങ്ങാം, ലോകത്ത് എവിടെയും തുടങ്ങാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ചും കേരളത്തിന് പുറത്തുള്ള മലയാളികൾക്കും വളരെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ഫ്രഷ്കോ ഗോലി സോഡ. വളരെ കുറഞ്ഞ ചെലവിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ ഒരു എക്സിബിഷനിൽ, ഈ ഒരു മെഷീനറി എക്സ്പോയിൽ എത്തേണ്ടതാണ്. പുതിയ സംരംഭകരാകാൻ അല്ലെങ്കിൽ ഈ സംരംഭം ഒന്ന് ഡെവലപ്പ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഇവിടുത്തെ യന്ത്രങ്ങളെയും മെഷീനറികളെയും പരിചയപ്പെടുക തന്നെ വേണം. അതായത് 9-ാം തീയതി വരെയാണ് ഈ മെഷീനറി എക്സ്പോ ഇവിടെ നടക്കുന്നത്. 260 സ്റ്റാളുകളിലായി ഇത്തരത്തിൽ പല തരത്തിലുള്ള സംരംഭങ്ങളിലെ വിവിധതരം മെഷീനറികളും പുതിയ സംരംഭങ്ങളെക്കുറിച്ചും ആളുകൾക്ക് അടുത്തറിയാൻ സാധിക്കുന്നതാണ് ഈ ഒരു എക്സ്പോയിലൂടെ. തീർച്ചയായും സംരംഭകരാകാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാതെ എത്തേണ്ട ഒരിടമാണ് ഈ ഒരു മെഷീനറി എക്സ്പോ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോഴിക്കോട് നിന്ന് ദീപ്തീഷ് കൃഷ്ണ, മനോരമ ന്യൂസ്.